ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് വീക്കിലി മാർക്കറ്റ് റിപ്പോർട്ട്. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 ജാനുവരി 27 മുതൽ 30 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി ചെറിയ നേട്ടങ്ങളോടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. RBIയുടെ ശക്തമായ ലിക്വിഡിറ്റി പിന്തുണയും ഇന്ത്യ UAE ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് വാർത്തകളും വിപണിയിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ശക്തമായ വ്യാവസായിക ഉൽപാദന ഡേറ്റയും എക്കോണമിക് സർവേയിൽ കാണിച്ച മെച്ചപ്പെട്ട ഫിസിക്കൽ അവസ്ഥയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കൂടുതൽ ശക്തി നൽകി. എന്നാൽ ഡോളറിനെതിരെ രൂപ റെക്കോർഡ് താഴ്ചയിലെത്തിയതും കൂടാതെ ആഗോള ജിയോ പൊളിറ്റിക്കൽ അനിശ്ചിതത്വങ്ങൾ വിപണിയുടെ വളർച്ചയെ നിയന്ത്രിച്ചിട്ടുണ്ട്. ആഴ്ചയുടെ അവസാനത്തിൽ സെൻസസ് 732 പോയിന്റ് താഴ്ന്ന് 82,269 ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേസമയം നിഫ്റ്റി 50 272 പോയിന്റ് നേട്ടത്തോടെ 25,320 എന്ന ലെവലിൽ എത്തി. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഭാഗികമായി തിരികെ വന്നതിന്റെ സൂചനയാണ്. ബ്രോഡർ മാർക്കറ്റിൽ മിക്സ്ഡ് പ്രതികരണമാണ് ഇതിനുള്ളത്. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.09% ഇടിഞ്ഞപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 1.25% ഉയർന്നു. ഇത് സൂചിപ്പിക്കുന്നത് നിക്ഷേപകർ ഇപ്പോഴും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നുവെന്നാണ്. ഉയർന്ന വാല്യുവേഷനുള്ള ചില ഓഹരികളിൽ ലാഭം ഉണ്ടായിരുന്നെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട മേഖലകളിൽ ഇപ്പോഴും വാങ്ങൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച തിങ്കളാഴ്ച റിപ്പബ്ലിക് ദിനമായിരുന്നതിനാൽ വിപണി ക്ലോസ്ഡ് ആയിരുന്നു. ചൊവ്വാഴ്ച വിപണി പോസിറ്റീവായിട്ടാണ് തുറന്നിട്ടുള്ളത്. സെൻസസ് ഏകദേശം 320 പോയിന്റ് ഉയർന്നു. ബുധനാഴ്ച ഈ ഒരു നേട്ടം കൂടുതൽ ശക്തമായി. സെൻസസ് 487 പോയിന്റ് ഉയർന്നപ്പോൾ നിഫ്റ്റി 25,340 ലെവലിൽ വരെ എത്തി. വ്യാഴാഴ്ചയും ചെറിയ നേട്ടങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച രൂപയുടെ കനത്ത വീഴ്ചയും ആഗോള ആശങ്കകളും കാരണം ലാഭമെടുക്കൽ ഉണ്ടായിട്ടുണ്ടായി. അതോടെ വിപണി ചെറിയ നഷ്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്. ആകെ വിപണി എടുക്കുമ്പോൾ ആഴ്ച മുഴുവൻ വിപണി നിയന്ത്രിതമായ ഉയർച്ചയും ചെറിയ തിരുത്തലുകളും ഉൾക്കൊള്ളുന്ന ഒരു കൺസോളിഡേഷൻ ഫേസിലായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ പോസിറ്റീവ് ട്രിഗർ RBIയുടെ ലിക്വിഡിറ്റി പിന്തുണ നടപടികളാണ്. 25,000 കോടി രൂപയുടെ റിപ്പോ ഓപ്പറേഷൻ കൂടാതെ 1,00,000 കോടി മൂല്യമുള്ള സർക്കാർ ബോണ്ട് വാങ്ങൽ എന്നിവ ബാങ്കിംഗ് സിസ്റ്റത്തിലേക്ക് മതിയായ പണം ഒഴുക്കുമെന്ന് വിപണി വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ EU ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇന്ത്യയുടെ കയറ്റുമതി വലിയ ഉത്തേജനമായിട്ടാണ് നൽകുന്നത്. ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ്, ജ്വല്ലറി, എഞ്ചിനീയറിംഗ് ഗുഡ്സ് പോലുള്ള മേഖലകൾക്ക് ഇത് ദീർഘകാലം ഗുണം നൽകുകയും ചെയ്യും. യൂറോപ്പിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി ലഭിക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, നിക്ഷേപം വർദ്ധിപ്പിക്കും എന്ന പ്രതീക്ഷയാണ് ഇതിലൂടെ വിപണി പങ്കുവെക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വരാനിരിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിപണിയുടെ പ്രതീക്ഷകളും ശക്തമാണ്. അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകൾ, റെയിൽവേ, ഹൗസിംഗ്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ തുടങ്ങിയ മേഖലയിൽ കൂടുതൽ മൂലധന ചെലവ് സർക്കാർ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നിക്ഷേപകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. നീതിഘടനയിൽ ചെറിയ ഇളവുകൾ, MSME മേഖലകൾക്ക് കൂടുതൽ പിന്തുണ, കൃഷിയും ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്നിവ ഉപഭോഗം ഉയർത്താൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. എക്കോണമിക് സർവേ 2025-2026 ഇന്ത്യയുടെ സാമ്പത്തിക അടിസ്ഥാനങ്ങൾ ശക്തമാണെന്ന് വ്യക്തമാക്കുന്നതാണ്. FY26 GDP വളർച്ച 7.4 ആയിരിക്കുമെന്ന് കണക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് നിയന്ത്രണത്തിലായതും വലിയ പോസിറ്റീവ് ഘടകം തന്നെയാണ്. വ്യാവസായിക ഉൽപാദനം 26 മാസത്തെ ഉയർന്ന നിലയിൽ എത്തിയത് ആഭ്യന്തര ആവശ്യകത ശക്തമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം കയറ്റുമതി രംഗത്ത് ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള ആശ്രയം കുറച്ച് യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ വിപണിയിലേക്ക് മാറുന്നതും ദീർഘകാല തന്ത്രപരമായ നീക്കമാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ, രൂപയുടെ നീക്കം, ആഗോള രാഷ്ട്രീയ സാഹചര്യം എന്നിവ വിപണിയുടെ ദിശ നിശ്ചയിക്കുന്നതാണ്. നിലവിൽ വിപണി സൂക്ഷ്മ പ്രതീക്ഷയോടെയും തിരഞ്ഞെടുക്കപ്പെട്ട അവസരങ്ങളോടെയും മുന്നോട്ട് നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.